നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഫീമെയിൽസിന് മെയിലിൻ്റെ പറഞ്ഞു ആൾക്ക് എന്താണ് സ്പേമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്താണ് ഏതാണെന്ന് മനസ്സിലാക്കി. ഇനി നമ്മുടെ ഫീമെയിൽസിലേക്ക് വരികയാണ്. ഓക്കെ, ഫീമെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്താൽ ഇവർക്ക് എന്താണുള്ളത്? ഇവർക്ക് ഒരു പ്രൈമറി സെക്സ് ഓർഗൻ ഉണ്ട് മെയിലിലെ പോലെ തന്നെ. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഓവറീസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇവരുടെ പ്രൈമറി സെക്സ് ഓർഗൻ എന്ന് പറയുന്നത് എന്താണ്? ഓവറീസ് ആണ്. എന്തുകൊണ്ട് പ്രൈമറി സെക്സ് ഓർഗൻ ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവറീസിനുള്ളിലാണ് ഇവരുടെ ഗെമീറ്റ്സ് ആയിട്ടുള്ള ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈസ്ട്രജൻ പോലെയുള്ള ഫീമെയിൽ ക്യാരക്ടേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെ തന്നെയാണ് മക്കളെ? ഓവറീസിലാണ്. ഓക്കെ, അതുകൊണ്ട് അതെന്താണ്? ഒരു പ്രൈമറി സെക്സ് ഓർഗൻ ആണ്. ആരുടെ? ഫീമെയിലിൻ്റെ പ്രൈമറി സെക്സ് ഓർഗൻ ആണ് എന്തെന്ന് പറയുന്നത്? ഓവറീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ ഇവർക്ക് എന്തുണ്ട്? ഓവിഡക്റ്റ് ഉണ്ട്. ഇവർക്കും എന്തുണ്ട്? ഓവിഡക്റ്റ് ഉണ്ട്. അതുപോലെ യൂട്രസ് ഉണ്ട്, സെർവിക്സ് ഉണ്ട്, വജൈന ഉണ്ട്, ദെൻ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ഇവർ കുറച്ച് മെയിനാണ്. കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഇവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പറഞ്ഞിങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്താൽ എന്തെല്ലാം കാണുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? നമുക്കൊരു പെയർ ഓഫ് ഓവറീസ് ഉണ്ട്. അതുപോലെ നമുക്ക് എന്തുണ്ട്? ഓവിഡക്റ്റ് ഉണ്ട്, യൂട്രസ് ഉണ്ട്, സെർവിക്സ് ഉണ്ട്, വജൈന ഉണ്ട്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനോടൊപ്പം ഈ കൂട്ടത്തിലൊന്നുമില്ല, പക്ഷെ നാളെ നമ്മൾ ആളെ കൂടി ചേർത്ത് നിർത്തിയേ പറയുള്ളൂ. അതാണ് നമ്മുടെ മാമറി ഗ്ലാൻസ്. കാരണം എന്താ? ഉണ്ടായി വരുന്ന ബേബിക്ക് എന്ത് കൊടുക്കണം? നമുക്ക് മിൽക്ക് കൊടുക്കണം. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ മാമറി ഗ്ലാൻസിലാണ്. അതുകൊണ്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പറയുമ്പോൾ ഇപ്പറഞ്ഞ ആൾക്കാരുടെയൊക്കെ കൂട്ടത്തിൽ നമ്മൾ ആരെയും കൂടി ചേർത്ത് അങ്ങോട്ട് നിർത്തും? നമ്മുടെ മാമറി ഗ്ലാൻസിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ ആണോ? ഇനി നമ്മൾ ആദ്യം പറയാൻ പോകണം ആരെ പറ്റിയിട്ടാണ്? നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗനെ പറ്റിയിട്ടാണ്. നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗനാണ് എന്തെന്ന് പറയുന്നത്? ഓവറീസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട്? നമ്മുടെ ഫീമെയിൽ ഗെമേറ്റ്സ് ആയിട്ടുള്ള ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഒവേറിയൻ ഹോർമോൺസ്, നമ്മുടെ സ്റ്റിറോയിഡ് ഹോർമോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എവിടെ? ഓവറീസിൽ. ഓക്കെ ആണോ? അതുകൊണ്ട് അതെന്തായി മാറി? അതുകൊണ്ട് അവർ മെയിനായിട്ട് മാറി. അവരാണ് നമ്മുടെ പ്രൈമറി സെക്സ് ഓർഗൻ. ഓക്കെ, ഇനി ഇവർ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണ്? നമ്മുടെ മെയിലിലെ പോലെ പുറത്തൊന്നുമല്ല, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ് ആര് പ്ലേസ് ചെയ്തിട്ടുള്ളത്? ഓവറീസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. എവിടെ? ലോവർ അബ്ഡോമനിലായിട്ടാണ് എന്ത് കാണുന്നത്? നമ്മുടെ ബോഡിയുടെ ലോവർ അബ്ഡോമനിൽ രണ്ട് സൈഡിൽ ഓരോ സൈഡിലുമായിട്ടാണ് എന്ത് കാണുന്നത്? ഓവറീസ് കാണുന്നത്. ഓവറീസ് എവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു? ലോവർ അബ്ഡോമനിൽ രണ്ട് സൈഡിലുമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഓവറീസ് എന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ഇവരുടെ സൈസ് എന്ന് പറയുന്നത് 2 to 4 സെൻറ്റിമീറ്റർ ലെങ്ത് ആണ്. ഓക്കെ ആണോ? എന്നിട്ട് ഇവർ കണക്ട് ചെയ്തിട്ടുള്ള എന്തോ ആയിട്ടാണ്? നമ്മുടെ പെൽവിക് വോളും യൂട്രസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണോ? ഇവരുടെ സൈസ് എന്ന് പറയുന്നത് 2 to 4 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള നമ്മുടെ ഓവറീസ് ലോവർ അബ്ഡോമൻ്റെ രണ്ട് സൈഡിലുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവരെവിടെയൊക്കെ ആയിട്ടാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ പെൽവിക് വോളും അതേപോലെ യൂട്രസുമായിട്ട് ചേർത്താണ് ഇവരെന്ത് ചെയ്തിരിക്കുന്നത്? ഭയങ്കരമായിട്ട് ചേർത്ത് ലിഗമെൻസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് ഇവരെന്ത് ചെയ്തിട്ടുള്ളത്? പ്ലേസ് ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഓവറീസാണ് പ്രൈമറി സെക്സ് ഓർഗൻ. സൈസ് പറഞ്ഞു, ലൊക്കേഷൻ പറഞ്ഞു. ഓക്കെ ആണോ? ദെൻ ഇനി ഇവരുടെ കവറിങ് ആണ് മക്കളെ നമ്മൾ പറയാൻ പോണേ. ഓവറീസിനെ കവർ ചെയ്തിട്ടുള്ളത്, അല്ലെ ഇവരെ പൊതിഞ്ഞ് വെച്ചിട്ടുള്ള എന്താണ്? ഒരു തിൻ എപ്പിത്തീലിയം വെച്ചിട്ടാണ്. ഓക്കെ, ഇവരെ കവർ ചെയ്തിട്ടുള്ള എന്ത് വെച്ചിട്ടാണ്? തിൻ എപ്പിത്തീലിയം വെച്ചിട്ടാണ്. അതിനെ എൻക്ലോസ് ചെയ്തിട്ടുള്ള എന്ത് വെച്ചിട്ടാണ്? ഒവേറിയൻ സ്ട്രോമ വെച്ചിട്ടാണ്. ഇവർക്കൊരു തിൻ എപ്പിത്തീലിയം ഉണ്ട്, അതിനെ പൊതിഞ്ഞൊരു ഒവേറിയൻ സ്ട്രോമയുണ്ട്. അതിന് നമുക്ക് പെരിഫറൽ കോർട്ടെക്സ് എന്ന്, ഈ ഒവേറിയൻ സ്ട്രോമേനെ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം? രണ്ടായിട്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ക്ലാസിഫൈ ചെയ്യുന്ന രണ്ട് സോൺസ് എന്ന് പറയുന്നത് ഏതാണ്? പെരിഫറൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. ഓക്കെ ആണോ? അപ്പോൾ ഓവറി കവർ ചെയ്തിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ് മക്കളെ? തിന്നായിട്ടുള്ള എപ്പിത്തീലിയം വെച്ചിട്ടാണ്. അതിന് പുറമെ നമുക്ക് ഒവേറിയൻ സ്ട്രോമ കാണാൻ പറ്റുന്നു. ആ ഒവേറിയൻ സ്ട്രോമയ്ക്ക് രണ്ട് സോൺസ് ആണുള്ളത്. എന്തൊക്കെയാണ്? പെരിഫറൽ കോർട്ടെക്സ് ആൻഡ് ഇന്നർ മെഡുല. ഇത്രയാണ് ഓവറീസിൻ്റെ കാര്യങ്ങൾ. ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മെയിൻ ആളെ പറ്റിയിട്ടാണ്. നമ്മുടെ ആരെ പറ്റിയിട്ടാണ്? യൂട്രസിനെ പറ്റിയിട്ടാണ്.
ഓക്കെ, അപ്പോൾ ഇവിടെ യൂട്രസ് പറയുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഒവിഡക്റ്റിനെ പറ്റി പറയാം. അതായത് നമ്മുടെ ഫീമെയിൽ ബോഡിയിലുള്ള ഡക്റ്റുകളാണ്. ഈ ഒവിഡക്റ്റിന് നമുക്ക് എല്ലാത്തിനെയും കൂടി ചേർത്ത് എന്തെന്ന് പറയാം? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയാം. എന്താണ് ഫെലോപ്പിയൻ ട്യൂബ്? നമ്മുടെ വജൈനേനെയും അതുപോലെ യൂട്രസിനെയൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് എന്ത്? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 to 12 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ആളാണ് എന്ത്? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അതിൽ 3 പാർട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിനെ തിരിക്കാം. ഏതൊക്കെയാണ്? ഇൻഫെൻറ്റിബുലം, ആംബിള്ള, ഇസ്തുമസ്. ക്ലിയർ ആണോ മക്കളെ? ഇൻഫെൻറ്റിബുലം, ആംബിള്ള, ഇസ്തുമസ്. അതിൽ ഓവറിയോട് ചേർന്ന് ഏറ്റവും അടുത്ത് കാണുന്ന റീജിയൻ ആണ് എന്ത്? ഫണൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഇൻഫെൻറ്റിബുലം എന്ന് പറയുന്നത്. ക്ലിയർ? അവർക്കൊരു ഫണലിൻ്റെ ഷേപ്പാണ് ഉണ്ടായിരിക്കുക. ആരോട് ചേർന്ന് കാണപ്പെടുന്നു? ഒവറിയോട് ചേർന്ന് കാണപ്പെടുന്നു. ക്ലിയർ? ഇതിൻ്റെ എഡ്ജിൽ ഇപ്പം നമ്മുടെ കൈയാണ് നമ്മുടെ ഇൻഫെൻറ്റിബുലം എന്ന് വിചാരിക്കുക. അതിൽ നമ്മുടെ പാം റീജിയനിൽ നമുക്ക് എന്തുണ്ട്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഇല്ലേ? അതേമാതിരി തന്നെ ഇൻഫെൻറ്റിബുലത്തിന് എന്തുണ്ട്? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ട്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫിംബ്രിയെ. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഫിംബ്രിയെ. എന്താണ് ആളുടെ ഫങ്ഷൻ? അവരാണ് ഒവറീസിൽ നിന്ന് വരുന്ന ഓവത്തിനെ എന്ത് ചെയ്യുന്നത്? കളക്ട് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻഫെൻറ്റിബുലമാണ് നമ്മുടെ ഏറ്റവും ടിപ്പിൽ, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ടിപ്പിൽ ഒവറിയോട് ചേർന്ന് കാണുന്ന ഭാഗം. ആളുടെ എൻഡ് പോർഷനിൽ എന്ത് കാണാൻ പറ്റും? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഫിംബ്രിയ എന്ന് പറയുന്നു. ആളെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? പുറത്തേക്ക് വരുന്ന ഓവത്തിനെ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ഓവുലേഷൻ്റെ സമയത്ത് പുറത്തേക്ക് വരുന്ന ഓവത്തിനെ ഇവരെന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ? ഇനി ഇൻഫെൻറ്റിബുലം ലെഡ് ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? വൈഡറായിട്ട്, കുറച്ചും കൂടി വൈഡറായിട്ടുള്ള ഒരു റീജിയനിലേക്കാണ് അല്ലേ? കുറച്ചും കൂടി വൈഡറാണ് ഈ റീജിയൻ. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണത് ആംബുള്ള. ആംബുള്ള കുറച്ച് വൈഡുള്ള റീജിയനാണ്. നല്ല സ്പേസ് ഒക്കെയുള്ള നല്ല സ്ഥലമുള്ള ആളാണ് ആര്? ആംബുള്ള. ആംബുള്ളയിലേക്കാണ് ആര് വരുന്നത്? നമ്മുടെ ഓവവും അതോടൊപ്പം തന്നെ ഇൻസെമിനേഷന് ശേഷം സ്പേമും എന്ത് ചെയ്യുന്നത്? സ്പേമും മൂവ് ചെയ്ത് വരുന്നത് എങ്ങോട്ടേക്കാണ്? ആംബുള്ളയിലേക്കാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്? മീറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ഓവവും അതേപോലെ നമ്മുടെ ആരും സ്പേമും തമ്മിൽ മീറ്റ് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാണ്? ആംബുള്ളയിൽ വെച്ചിട്ടാണ്. ക്ലിയർ ആണോ? അവിടെ വെച്ചിട്ടാണ് ഇവർ മീറ്റ് ചെയ്തിട്ട് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരു ബേബി ഉണ്ടാവുന്ന സമയത്ത് ഫെർട്ടിലൈസേഷൻ എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെ നടക്കുന്നതെന്ന് പറയണം. നമ്മുടെ ആംബുള്ളയിലാണ് നടക്കുന്നതെന്നാണ് പറയേണ്ടത്. ക്ലിയർ ആണോ മക്കളെ? നെക്സ്റ്റ് ഇവരെന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഈ ഓവിഡക്റ്റ് വീണ്ടും മൂവ് ചെയ്ത് ലാസ്റ്റ് പാർട്ടായിട്ടുള്ള ഇസ്തുമസിലേക്ക് എത്തും. അതൊരു നാരോ ലൂമൻ ലൈക്ക് സ്ട്രക്ചറാണ്. യൂട്രസുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്ന റീജിയനാണ് എന്തെന്ന് പറയുന്നത്? ഇസ്തുമസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഒവിഡക്റ്റ് എന്ന് പറയുന്നതിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ഫെലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്നു. ആൾക്ക് 3 പാർട്ടാണുള്ളത്: ഇൻഫെൻറ്റിബുലം, ആംബുള്ള, ഇസ്തുമസ്. ഇതിൽ ഇൻഫെൻറ്റിബുലം എന്ന് പറയുന്നത് എന്താണ്? ഫണൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു റീജിയൻ ആണ്. ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആയിട്ടുള്ള ഫിംബ്രിയെ കാണുന്നു. ഓവുലേഷൻ്റെ സമയത്ത് അവർ ഓവത്തിനെ കളക്ട് ചെയ്യുന്നു. ആംബുള്ള എന്ന് പറയുന്നത് നല്ല വൈഡ് റീജിയൻ ആണ്. അവിടെയാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇസ്തുമസ് ഒരു നാരോ ട്യൂബാണ്. യൂട്രസുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? നെക്സ്റ്റ് നമ്മൾ പറയുന്നത് നമ്മുടെ മെയിൻ ആളെ പറ്റിയിട്ടാണ്. ആരാണ്? നമ്മുടെ യൂട്രസ്. യൂട്രസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറയാം? വൂംബ് എന്ന് കൂടി പറയാം. എന്താണ് വൂംബ്? കുഞ്ഞുവാവ കിടക്കുന്ന സ്ഥലം അല്ലേ? നമ്മുടെ യൂട്രസ് അല്ലേ? യൂട്രസ് എടുത്താൽ ആളുടെ ഷേപ്പ് എന്താണ്? ഒരു ഇൻവേർട്ടഡ് പിയർ കണക്കാണ്. ഒരു ഇൻവേർട്ടഡ് പിയർ എങ്ങനെ ഇരിക്കുന്നോ അതേപോലെയാണ് എന്ത് കാണുന്നത്? നമ്മുടെ യൂട്രസ് കാണുന്നുണ്ടാവുക. എന്നിട്ട് ലിഗമെൻസിൻ്റെ ഹെൽപ്പോടുകൂടിയാണ് നമ്മുടെ പെൽവിക് വാളിലേക്ക് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്? അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. യൂട്രസ് ഓപ്പൺ ചെയ്യുന്ന എങ്ങോട്ടേക്കാണ്? വജൈനയിലേക്കാണ്. ഒരു നാരോ ആയിട്ടുള്ള സെർവിക്സിൽ നിന്നിട്ട് കണ്ടോ? ഇതാണ് നമ്മുടെ യൂട്രസ്. ഇതാണ് യൂട്രസ്. ഇവർക്ക് എന്തുണ്ട്? ഇവരൊരു ഇൻവേർട്ടഡ് പിയർ പോലെയാണ് യൂട്രസ് ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് ഇവർ ഓപ്പൺ ചെയ്യുന്നതാണ് എന്ത്? നമ്മുടെ വജൈന. എങ്ങനെ? ഒരു നാരോ ആയിട്ടുള്ള
ഓപ്പണിംഗ് ഉണ്ടതാണ് നമ്മുടെ സെർവിക്സ്. ഈ സെർവിക്സും വജൈനയും കൂടി ചേരുന്നതാണ് എന്ത്, നമ്മുടെ ബർത്ത് കനാൽ എന്ന് പറയുന്നത്. നമ്മുടെ സെർവിക്സും എന്ത്, ബർത്ത് കനാൽ. എന്താണ് ബർത്ത് കനാൽ? ബർത്ത് കനാൽ സെർവിക്സും നമ്മുടെ വജൈനയും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബർത്ത് കനാൽ എന്ന് പറയുന്നത്. എന്താണ് ബർത്ത് കനാൽ? ആരാണ് ബർത്ത് കനാൽ? അതായത് നമ്മുടെ കുഞ്ഞാവ അല്ലേ, പാച്ചുറേഷൻ്റെ സമയത്ത് ബേബി പുറത്തേക്ക് വരുന്ന എവിടെ കൂടിയാണ് മക്കളെ? നമ്മുടെ വജൈനയിലൂടെയാണ്. ഏതാണ് നമ്മുടെ വജൈന? നമുക്ക് മെൻസ്ട്രേഷൻ്റെ സമയത്ത് ബ്ലഡ് പുറത്തേക്ക് വരുന്നത് അല്ലേ, ബ്ലഡ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്ക്രീറ്റ് ചെയ്ത് അല്ല നമ്മൾ പുറത്തേക്ക് കളഞ്ഞത് എവിടെ കൂടിയാണ്? വജൈനയിലൂടെയാണ് അല്ലേ. ആ ഒരു കുഞ്ഞ് ഓപ്പണിങ്ങിലൂടെയാണ് നമ്മുടെ ഇത്രയും വലിയ ബേബി വരുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ബേബി വരണേ? അവിടെ എന്താണ്, അവിടെ നല്ല മസിൽസ് ഉള്ള റീജിയനാണ് വജൈന. വജൈനയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏറ്റവും മാക്സിമം ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? വൈഡൺ ആവാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പാച്ചുറേഷൻ്റെ സമയത്ത് എന്ത് ചെയ്യുന്നത്, ബേബീനെ എന്ത് ചെയ്യുന്നത്, ഡെലിവറി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സെർവിക്സും വജൈനയും കൂടി ചേരുന്നതാണ് എന്തെന്ന് പറയുന്നത്, ബർത്ത് കനാൽ എന്ന് പറയുന്നത്. ഈ വജൈനയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ യൂട്രസിൻ്റെ ഏക ഓപ്പണിംഗ്. ഒരു മുറിയാണ് യൂട്രസ് എങ്കിൽ അതിനുള്ള ഏക വാതിലെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ വജൈനയാണ്. അതിന് മുന്നേ ഒരു നാരോ ഇടനാഴി പോലൊരു സ്ഥലമുണ്ട്, അതാണ് നമ്മുടെ സെർവിക്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇതാണ് യൂട്രസ്. യൂട്രസ് എന്താണ്, ഒരു തല കുത്തനെ വെച്ചിട്ടുള്ള ഒരു പിയർ പോലെ ഇരിക്കും. അതാണ് നമ്മുടെ യൂട്രസ്. കണക്ട് ചെയ്തിട്ടുള്ളത് പെൽവിക് വാളുമായിട്ട് ലിഗമെൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ക്ലിയർ? ഇനി ഈ വോള്, യൂട്രസിന് 3 ലെയർ ഓഫ് ടിഷ്യൂസ് ചേർന്നിട്ടുള്ള വോൾസ് ആണ് ഉണ്ടായിരിക്കുക. യൂട്രസിൻ്റെ ഭിത്തി അല്ലെങ്കിൽ വോൾ എന്ന് പറയുന്നത് അല്ലേ, യൂട്രസിന് നമ്മൾ എന്തായിട്ട് കണക്കാക്കി മക്കളെ? ഒരു റൂമായിട്ട് കണക്കാക്കി. അതിനെന്തുണ്ടാ, റൂമിന് എന്തുണ്ടാ, വോൾ ഉണ്ടാവില്ലേ? അതേമാതിരി നമ്മുടെ യൂട്രസിനും എന്തുണ്ട്, വോളുണ്ട്. ആ വോളാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ ഈ പറയാൻ പോകുന്ന ആൾക്കാർ 3 ലെയറാണ്. ഒറ്റ കോട്ടൊന്നും അല്ല അവരുടെ വോള്. അവരുടെ വോളെന്ന് പറയുന്നത് 3 ലെയേഴ്സ് ചേർന്നിട്ടുള്ളതാണ്. ആ 3 ലെയേഴ്സാണ് എന്തെന്ന് പറയുന്നത്, മെംബ്രെയിൻസ് ആയിട്ടുള്ള പെരിമെട്രിയം, മയോമെട്രിയം, ദെൻ എൻഡോമെട്രിയം. ഇതിൽ പെരിമെട്രിയം എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ടൊരു മനുഷ്യനാണ്. വളരെ തിന്നായിട്ടുള്ളൊരു മെംബ്രെയിനിയസ് ആയിട്ടുള്ളൊരു റീജിയനാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പെരിമെട്രിയം എന്ന് പറയുന്നത്. തിന്നായിട്ടുള്ളൊരു മെംബ്രെയിനിയസ് ലെയറാണ് എന്ത്, പെരിമെട്രിയം. ഏറ്റവും പുറമേ കാണുന്ന യൂട്രസിൻ്റെ വോൾ ലെയറാണ് എന്ത്, പെരിമെട്രിയം. ക്ലിയർ ആണോ? നെക്സ്റ്റ് അതിനുള്ളിൽ അടുത്ത കുറച്ച് മിഡിൽ രണ്ടാമതായിട്ട് കുറച്ച് തിക്ക് ലെയർ ഉണ്ട്, അതാണ് മയോമെട്രിയം. മയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ്, മസിൽസുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ. അപ്പോൾ മയോമെട്രിയം എന്ന് പറയുന്നത് എന്താണ്, സ്മൂത്ത് മസിൽസ് വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ള ലെയറാണ്. അതുകൊണ്ടാണ് നമുക്ക് ഈ കോൺട്രാക്ഷൻ ചെയ്യുന്നില്ലേ, നമുക്ക് പീരിയഡ്സ് ആവുന്ന സമയത്ത് ഭയങ്കര പെയിൻ അല്ലേ നമുക്ക്. എന്തുകൊണ്ടാണ് യൂട്രസ് വോൾ ഇങ്ങനെ കോൺട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ബ്ലഡിനെ അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ട്സിനെ പുറത്തേക്ക് വിടുന്നത് കൊണ്ടാണ്. അതുപോലെ പാച്ചുറേഷൻ്റെ സമയത്ത് ബേബീനെ പുഷ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് എന്ത് തന്നെ, ഈ യൂട്രസ് വാളിലുള്ള മയോമെട്രിയം കോൺട്രാക്ട് ചെയ്യും, റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ്. കാര്യം സ്മൂത്ത് മസിൽസ് വെച്ചിട്ടാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ കോൺട്രാക്ട് ചെയ്യിക്കാൻ പറ്റുമോ? എന്ന് ഞാൻ വെറുതെ ഇരിക്കുകയാണ്, എന്നാൽ എൻ്റെ ഹേർട്ട് പിടിക്കണ്ട എന്ന് വിചാരിച്ചാൽ പറ്റുമോ? ഇല്ല. കാര്യം എന്താണ്, അത് ഇങ്ങനെയുള്ള നമ്മുടെ ഒരു കൺട്രോളിലല്ല ആ മസിൽസ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫങ്ഷൻ ചെയ്തിരിക്കുന്നത്. മറിച്ച് സ്കെൽറ്റൽ മസിൽസ്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാലിൽ ഒക്കെയുള്ള മസിൽസ് ആണെങ്കിൽ എന്തൊരു സുഖമാണ്, നമുക്ക് വേണ്ടപ്പോൾ എന്ത് ചെയ്താൽ മതി, കോൺട്രാക്ട് ചെയ്താൽ മതി അല്ലേ. പക്ഷെ അങ്ങനെയല്ല, സ്മൂത്ത് മസിൽസ് വെച്ച് ഫോം ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ കൺട്രോളിലല്ലാത്ത രീതിയിൽ ഇവർക്ക് എന്ത് നടക്കുന്നത്, കോൺട്രാക്ഷൻ നടക്കുന്നത്. അപ്പോൾ ഇവർ ഏറ്റവും പ്രൈമറി ആയിട്ട് കാണുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ലെയറാണ് എന്തെന്ന് പറയുന്നത്, പെരിമെട്രിയം. ഓക്കെ, അതിനുള്ളിൽ കാണപ്പെടുന്ന വളരെ തിക്കൻഡ് ആയിട്ടുള്ള മസിൽസ് ഏത് മസിൽസാണ്, സ്മൂത്ത് മസിൽസ് വെച്ച് ഫോം ചെയ്തിട്ടുള്ള സെക്കൻഡ് ലെയറാണ് എന്തെന്ന് പറയുന്നത്, മയോമെട്രിയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ദെൻ അതിനുള്ളിൽ എന്ത് കാണുന്നു, നമ്മുടെ ഗ്ലാൻഡുലാറായിട്ട്. ഇയാളാണ് ഏറ്റവും മെയിൻ കേട്ടോ. യൂട്രസിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ലെയർ ഏതാണെന്ന് ചോദിച്ചാൽ എൻഡോമെട്രിയമാണ്. ഇപ്പോൾ പറഞ്ഞത് എന്താണ് ഇയാളുടെ മെയിൻ ആവുന്നതെന്ന്. അപ്പോൾ ഇവർ ഏറ്റവും ഇന്നർ ലെയർ ആണെന്ത്, എൻഡോമെട്രിയം. ഫോം ചെയ്തിട്ടുള്ളത് ബ്ലഡ് വെസൽസും നമ്മുടെ
ഗ്ലാൻസും ഒക്കെ വെച്ചിട്ടാണ്. ഒരു ഗ്ലാൻഡുലാർ ലെയർ ആണ് എന്തെന്ന് പറയുന്നത്, എൻഡോമെട്രിയം എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബേബി ഫെർട്ടിലൈസേഷന് ശേഷം നമ്മുടെ എംബ്രിയോ വന്ന് ഇംപ്ലാന്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, യൂട്രസിലേക്ക് വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്ന ആ ഇംപ്ലാന്റ് ചെയ്യുന്ന ഇങ്ങോട്ടേക്കാണ് നമ്മുടെ എൻഡോമെട്രിയം വോൾ ലെയറിലേക്കാണ്. എൻഡോമെട്രിയം വോൾ ലെയർ ആണ് നമ്മുടെ ഈ എംബ്രിയോനെ എന്ത് ചെയ്യുന്നത്, പൊതിഞ്ഞങ്ങോട്ട് സൂക്ഷിച്ച് വെക്കണത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഫെർട്ടിലൈസേഷൻ നടന്നില്ല, ആള് വന്നില്ലെങ്കിൽ പിന്നെ ഇതാ നിൽക്കും അവിടെ. പിന്നെ എൻഡോമെട്രിയം എന്ത് ചെയ്യില്ല, അവിടെ നിൽക്കില്ല. ഒരു മാസം നോക്കും, കുഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കും, കുഞ്ഞ് വരുന്നില്ല. അപ്പം എൻഡോമെട്രിയം എന്ത് ചെയ്യും, എൻഡോമെട്രിയം ഡീജനറേറ്റ് ചെയ്ത് പുറത്തേക്ക് വരും. അപ്പോൾ മെൻസ്ട്രേഷൻ്റെ സമയത്ത് ഒരു സ്ത്രീയിൽ നിന്ന് 3 മുതൽ 5 ദിവസം വരെ ബ്ലീഡിങ് കാണിക്കും. ആ ബ്ലീഡിങ് എന്ന് പറയുന്ന സത്യത്തിൽ എന്താണ്, നമ്മുടെ എൻഡോമെട്രിയം വോൾ ലെയർ പുറത്തേക്ക് വരുന്നതാണ്. അതുകൊണ്ടാണ് എൻഡോമെട്രിയം എന്ന് പറയുന്നത് എന്താവുന്നത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയറായിട്ട് മാറുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ യൂട്രസ് എന്ന് പറയുന്നത് 3 വോൾ ലെയേഴ്സ് ചേർന്നിട്ടുള്ളതാണ്. പെരിമെട്രിയം, മയോമെട്രിയം, ദെൻ എൻഡോമെട്രിയം. പെരിമെട്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു തിൻ വോൾ ലെയറാണ്. മയോമെട്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്മൂത്ത് മസിൽസ് വെച്ച് ഫോം ചെയ്തിട്ടുള്ളൊരു ലെയറാണ്. ഗ്ലാൻഡുലാർ ആയിട്ടുള്ള ഒരു ഇന്നർ ലെയറാണ് എന്തെന്ന് പറയുന്നത്, എൻഡോമെട്രിയം എന്ന് പറയുന്നത്. ഓക്കെ ആണോ മക്കളെ? ക്ലിയർ? നെക്സ്റ്റ്, ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമ്മൾ പുറമേ കാണുന്നത്, ഇത്ര ഉള്ളിലുള്ള ആൾക്കാരാണ് കാണാൻ പറ്റുമോ യൂട്രസിനെ? പറ്റൂല. ഫലോപ്പിയൻ ട്യൂബ് കാണാൻ പറ്റുമോ? പറ്റൂല. ഓവറീസ് കാണാൻ പറ്റുമോ? പറ്റൂല. ഇനി നമ്മൾ കാണുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ആളാണ് എന്തെന്ന് പറയുന്നത്, എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അത് നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, ഈസി ആയിട്ട് മെന്നിൻ്റെ പറഞ്ഞതുപോലെ നമുക്ക് ഇവരെ എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാനായിട്ട് പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പോൾ ഫീമെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ നോക്കിയാൽ പുറമേ നമ്മൾ കാണുന്ന സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഇങ്ങനൊരു സ്ട്രക്ചർ. ഏതാണ്ട് ഇതുപോലെ ഇരിക്കും. ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, അപ്പം നമ്മളിനി ഫീമെയിൽസിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ കാണാൻ പോവുകയാണേ. അപ്പോൾ എക്സ്റ്റേണൽ ജെനിറ്റാലിയ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കണക്കാക്കാം. അപ്പോൾ അതിൽ ഇവരുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കലും മെയിലിനെ പോലെ ഈസി ആയിട്ട് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പറഞ്ഞു പോകാനായിട്ട് പറ്റില്ല. ഇവരുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ അല്ലെങ്കിൽ അധികം പാർട്സ് ഇൻക്ലൂഡഡ് ആണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഫീമെയിലിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ നോക്കിയാൽ അവിടെ ആദ്യം എന്തൊക്കെയുണ്ട്, മോൺസ് പ്യൂബിക്സ് എന്ന് പറയുന്നൊരു സ്ട്രക്ചറുണ്ട്, ലേബിയ മെജോറയുണ്ട്, ലേബിയ മൈനോറയുണ്ട്, ദെൻ ഹൈമൻ ക്ലൈറ്റോറിസ്. ഇത്രയും ചേരുന്നതാണെന്ന് പറയുന്നത് ഫീമെയിൽസിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോൾ അതിൽ അവർക്ക് എന്തുണ്ട്, മോൺസ് പ്യൂബിക്സ് എന്ന് പറയുന്ന റീജിയൻ അല്ലേ. എന്താണ് ഈ മോൺസ് പ്യൂബിക്സ്? നമുക്കറിയാം, നമ്മൾ ഈ കാണുന്ന അല്ലേ, നമ്മൾ പുറമേ കാണുന്ന ആ ഒരു ഫ്ലഷി ആയിട്ടുള്ള റീജിയൺ ആണ് എന്തെന്ന് പറയുന്നത്, മോൺസ് പ്യൂബിക്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ പ്യൂബിക് ഹെയർസ് കാണുന്ന അല്ലേ, നമ്മൾ ഇപ്പം വാക്സ് ചെയ്യുന്നവരുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ റേസേഴ്സ് യൂസ് ചെയ്യുന്നവരുണ്ടാവും, ട്രിമ്മേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ പ്രൈവറ്റ് ഏരിയയിൽ ഹെയർസ് റിമൂവ് ചെയ്യാറുണ്ട്. ആ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ആ ഹെയർസ് റിമൂവ് ചെയ്യുന്ന ആ ഫ്ലഷി റീജിയൻ ഉണ്ടല്ലോ, അതാണ് എന്തെന്ന് പറയുന്നത്, മോൺസ് പ്യൂബിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഒരു ഫാറ്റി ടിഷ്യൂസ് വെച്ച് ഫോം ചെയ്തിട്ടുള്ളതാണ്. അതായത് നമ്മൾ വളരെ കുഞ്ഞായിട്ടിരിക്കുന്ന ടൈമിനാണെങ്കിൽ അതെന്താണ്, ഒരു ചെറിയ സൈസിലായിരിക്കും നമ്മുടെ പ്രൈവറ്റ് ഏരിയ ഉണ്ടായിരിക്കുക.
ദെൻ നമ്മൾ വളരുന്നതിനനുസരിച്ചിട്ട് അതെന്തായിട്ട് മാറും, കുറച്ച് വൈഡൺ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് സൈസ്ഡ് ആയിട്ടുള്ളൊരു ഓർഗണായിട്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയ മാറും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഫാറ്റ് ഡെപ്പോസിഷൻ നമുക്ക് ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് അവിടെ വരുന്നത് കൊണ്ടാണ് മോൺസ് പ്യൂബിക്സ് എന്തായിട്ട് മാറുന്നത്, എൻലാർജ് ചെയ്ത് വരുന്നത്. അവിടെയാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്, നമ്മുടെ പ്യൂബിക് ഹെയർസ് കാണാനായിട്ട് പറ്റുന്നത്. അതൊരു ഫ്ലഷി ആയിട്ടുള്ള റീജിയനാണ്, ഒരു കുഷ്യൻ ലൈക്ക് ആയിട്ടുള്ള ഫാറ്റി ടിഷ്യൂ വെച്ച് കവർ ചെയ്തിട്ടുള്ള പ്യൂബിക് ഹെയർസ് കാണുന്ന റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്, മോൺസ് പ്യൂബിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ? ഇനി അതിനുള്ളിൽ മറ്റൊരു കാര്യം, നമുക്ക് പ്രൈവറ്റ് ഏരിയ എപ്പോഴും എന്തായിരിക്കും, കുറച്ച് ഡാർക്കൺ കളറിലായിരിക്കും ഉണ്ടായിരിക്കുക. നമ്മുടെ സ്കിൻ കളർ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പ്രൈവറ്റ് ഏരിയ എന്ന് പറയുന്നത് കുറച്ച് ഡാർക്കൺ കളറായിരിക്കും ഉണ്ടായിരിക്കും. അത് മെയിൻലി മിക്കവാറും കേസിലും അതെന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു ഹോർമോണൽ ചേഞ്ചസ് വരുമല്ലോ നമ്മൾ പ്യൂബർട്ടിയിലേക്ക് എത്തുമ്പോൾ, അത് കഴിഞ്ഞിട്ട് മെൻസ്ട്രേഷൻ നടക്കുമ്പോഴൊക്കെ ഹോർമോണൽ ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഏരിയ എന്തായിട്ട് കാണുന്നത്, കുറച്ച് ഡാർക്കണായിട്ട് കാണുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയാണ്, നമ്മുടെ കുഷ്യൻ റീജിയൻ കഴിഞ്ഞിട്ട് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അവിടെ നമുക്ക് ലിപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഫ്ലാപ്പി പോലെയുള്ള ലിപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ലിപ്പിന് നമ്മൾ മറ്റൊരു പേരാണ് എന്ത്, ലേബിയ എന്ന് പറയുന്നത്. എന്താണ് ലിപ്പ് എന്ന് പറയുന്ന മീനിങ് വരുന്നതാണ് ലേബിയ എന്ന് പറയുന്ന വീട്. അപ്പോൾ അതേപോലെ നമ്മുടെ മോൺസ് പ്യൂബിക്സ് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഫ്ലഷി ആയിട്ടുള്ള ഒരു ലൈനിങ് നമുക്ക് കാണാനായിട്ട് പറ്റും, ലിപ്പ് പോലെ കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലേബിയ മെജോറ. ഫ്ലഷി ആയിട്ടുള്ള ഫോൾസ് കാണാൻ പറ്റും, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ലേബിയ മെജോറ. മനസ്സിലാവുന്നുണ്ട്? അത് വജൈനൽ ഓപ്പണിംഗ് വരെ, നമ്മുടെ മോൺസ് പ്യൂബിക്സ് മുതൽ വജൈനൽ ഓപ്പണിംഗ് വരെ എന്ത് ചെയ്തിരിക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നു. ഇനി ഈ ലേബിയ മെജോറയുടെ ഉള്ളിൽ അടുത്തൊരു ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫ്ലാപ്പി ലൈക്ക് സ്ട്രക്ചേഴ്സ്, ഒരു ഫോൾഡിങ്സ്, ചെറുതായിട്ടുള്ളൊരു ഫോൾഡിങ് നമുക്ക് കാണാൻ പറ്റുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്, ലേബിയ മൈനോറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, ലേബിയ മെജോറയാണ്. ഇതാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ലേബിയ മൈനോറ. മനസ്സിലായോ മക്കളെ? ഇതാണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ മോൺസ് പ്യൂബിക്സ്. ദെൻ നമുക്ക് എന്ത് കാണാൻ പറ്റും, രണ്ട് ഓപ്പണിംഗ് കാണാൻ പറ്റും. ഒരു എന്താണ്, വജൈനൽ ഓപ്പണിങ്ങും കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് എന്തും കാണാൻ പറ്റും, ഒരു യുറേത്രൽ ഓപ്പണിങ്ങും കാണാൻ പറ്റും. മെയിലിൽ സ്പേം വരുന്നതും അതേപോലെ യൂറിൻ വരുന്നതും സെയിം ആയിട്ടുള്ളൊരു ഡക്റ്റിലൂടെയാണ്, അല്ലെങ്കിൽ ഓപ്പണിങ്ങിലൂടെയാണെങ്കിൽ, ഫീമെയിൽസിലേക്ക് വരുമ്പോൾ ഇത് രണ്ട് ഓപ്പണിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മെൻസ്ട്രേഷനും കാര്യങ്ങളും നടക്കുന്ന, അല്ലെങ്കിൽ കോയിറ്റസ് നടക്കുന്നത് രണ്ട് ഓപ്പണിങ്ങിലൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മുടെ ലേബിയ മെജോറയുടെ മുന്നിൽ മോംസ് പ്യൂബിക്സിൻ്റെ തുടക്കത്തിൽ നമുക്കൊരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്നൊക്കെ പറയാം, ഒരു ബൾജിങ് പോലെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ടൈനി ആയിട്ടുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ്, അല്ലെങ്കിൽ ഇമ്മച്വർ പെനിസ് എന്നൊക്കെ നമ്മൾ അതിനെ പറയും. യൂറിത്രൽ ഓപ്പണിൻ്റെ മുന്നിൽ അപ്പർ ജംഗ്ഷനിൽ ലേബിയ മൈനോറയുടെയും മെജോറയുടെയും ഇടയിലായിട്ട് നമുക്ക് ചെറിയ ഫിംഗർ ലൈക്ക് ഒരു പ്രൊജക്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതാണ് എന്തെന്ന് പറയുന്നത്, ക്ലൈറ്റോറിസ് എന്ന് പറയുന്നത്. ഈ ക്ലൈറ്റോറിസിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആളാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്ത്രീകളിൽ സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാക്കുന്ന ഒരു റീജിയനും എന്ത് തന്നെയാണ്, ക്ലൈറ്റോറിസ് തന്നെയാണ്. ഓക്കെ, മറ്റവിടെ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു, എന്താണ്, ഗ്ലാൻഡ് പെനിസ് എന്ന് പറയുന്നൊരു സ്ട്രക്ചർ എവിടെ കാണാൻ പറ്റും, നമുക്ക് മെയിലിൽ കാണാൻ പറ്റും. അവരുടെ പെനിസിൻ്റെ ടിപ്പിലായിട്ട് അവിടെ എന്താണ്, ഗ്ലാൻഡ് പെനിസ് ഉണ്ട്. ആ ഗ്ലാൻഡ് പെനിസ് പോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു റീജിയൻ എവിടെ നമുക്ക് കാണാൻ പറ്റും, ഫീമെയിൽസിൽ കാണാൻ പറ്റും. ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ക്ലൈറ്റോറിസ്. ക്ലൈറ്റോറിസ് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള റീജിയനാണ്. മിനിയേച്ചർ പെനിസ് എന്നോ മിനിയേച്ചർ ആയിട്ടുള്ള ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് എന്നോ ഒക്കെ നമുക്കതിനെ പറയാനായിട്ട് പറ്റും. എവിടെ കാണുന്നു, അപ്പർ റീജിയനിൽ യൂറിനറി ഓപ്പണിങ്ങിന് മുന്നേ ആയിട്ട് ലേബിയ മൈനോറയുടെ ജംഗ്ഷനിലായിട്ടാണ് ഈ ഒരു സ്ട്രക്ചർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇനി എന്താണ് ഹൈമൻ,
അടുത്തൊരു സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്താണ്? ഹൈമൻ. അതായത് നമ്മുടെ വേർജിനായിട്ടുള്ള, അതായത് ഒരു ഇൻ്റർകോഴ്സിന് പോകാത്ത സ്ത്രീകളിൽ, ഇൻ്റർകോഴ്സ് നടക്കാത്ത സ്ത്രീകളിലേക്ക് വരികയാണെങ്കിൽ അവരുടെ ഹൈമൻ ഒരു പകുതി എന്തായിരിക്കും? കവേർഡ് ആയിരിക്കും. ഒരു മെംബ്രെയിൻ വെച്ചിട്ട് വജൈന എന്ന് പറയുന്നത് എന്തായിരിക്കും? കവേർഡ് ആയിരിക്കും. അതാണ് ഹൈമൻ എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ പണ്ട് തൊട്ടേ സൊസൈറ്റിക്ക് ഒരു ധാരണയുണ്ട്, സ്ത്രീകളുടെ ഹൈമൻ ബ്രേക്ക് ചെയ്താൽ അവരെന്തല്ല? വേർജിൻ അല്ല. മനസ്സിലായോ? വേർജിൻ അല്ല എന്നാണ് ധാരണ. പക്ഷേ അങ്ങനെയല്ല. ഹൈമൻ ഉണ്ട് എന്നുള്ളതിൽ, ഹൈമൻ ബ്രേക്കായി എന്നുള്ളത് കൊണ്ട് അയാൾ എന്തല്ല? വെർജിൻ അല്ല എന്ന് നമുക്ക് ആരെയും എന്ത് ചെയ്യാൻ പറ്റില്ല? ജഡ്ജ് ചെയ്യാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇൻ്റർകോഴ്സിന് പോയിട്ടുള്ള ആൾക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഇൻ്റർകോഴ്സിന് പോകാതെ തന്നെ സ്ത്രീകൾക്ക് എന്ത് സംഭവിക്കാറുണ്ട്? ഹൈമൻ ബ്രേക്ക് ആവാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയായിട്ട് എന്താവുന്നില്ല? ഇൻ്റർകോഴ്സിന് വിധേയമാവുന്നില്ലെന്ന് വിചാരിക്കാം. പക്ഷേ ആൾക്ക് എന്തുണ്ടാവണമെന്നില്ല? ഹൈമൻ ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. എന്തുകൊണ്ട്? അതായത് നന്നായി സൈക്ലിംഗ് ചെയ്യുകയോ അല്ലെങ്കിൽ നല്ല ഡാൻസ് ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നന്നായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആവുന്ന പെൺകുട്ടികളിലൊക്കെ അവരുടെ ചെറിയ പ്രായത്തിൽ തന്നെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഹൈമൻ ഒരു മെംബ്രെയിനാണ് അല്ലേ? വളരെ തിന്നായിട്ടുള്ളൊരു മെംബ്രെയിനാണ്. അത് ബ്രേക്ക് ചെയ്യാൻ വല്ല നേരവും വേണോ? വേണ്ട. അപ്പം വളരെ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഹെവി ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പോവുകയാണെങ്കിൽ ഇവരുടെ ഹൈമൻ എന്ത് ചെയ്ത് പോയിട്ടുണ്ടാവും? ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടാവും. അങ്ങനെ ഒരു പെൺകുട്ടി കല്യാണം കഴിയുന്നു, ഇൻ്റർകോഴ്സിൽ വിധേയമാവുന്നു, ഹൈമൻ ഇല്ല എന്നുള്ളത് കൊണ്ട് അതിനർത്ഥം അവൾ വെർജിൻ അല്ല എന്നാണോ? ഒരിക്കലും അല്ല. അവൾ വെർജിൻ തന്നെയാണ്. പക്ഷേ എന്താണ്? അവളുടെ ഹൈമൻ എന്ത് ചെയ്ത് പോയിട്ടുണ്ടാവും? ബ്രേക്ക് ചെയ്ത്, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടാവാം. അപ്പോൾ ഹൈമൻ എന്ന് പറയുന്നത് എന്തല്ല? ഒരാളുടെ വെർജിനിറ്റി അളക്കാനുള്ള, അല്ലെങ്കിൽ മെഷർ ചെയ്യാനുള്ളൊരു ഫാക്ടറായിട്ട് നമുക്ക് എന്തിനെ കാണാൻ പറ്റില്ല? ഹൈമനെ കാണാൻ പറ്റില്ല. ഇങ്ങനെ ബ്രേക്ക് ചെയ്യാം. അല്ലെ ചില പെൺകുട്ടികളിൽ ഫസ്റ്റ് ഇൻ്റർകോഴ്സ് നടന്നാലും എന്ത് സംഭവിക്കാതിരിക്കാം? ഹൈമൻ ബ്രേക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാണ്ടിരിക്കാം. ഇൻ്റർകോഴ്സ് നടന്നാലും ചിലർക്ക് എന്ത് സംഭവിക്കില്ല? ഹൈമൻ ബ്രേക്ക് ആവില്ല. പിന്നീട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുക? ബ്രേക്ക് ചെയ്ത് മാറ്റുക. ഇനി ചില ആൾക്കാരിൽ ഹൈമൻ ഇല്ലാതെ തന്നെ സ്ത്രീകൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? ജനിച്ചിട്ടുണ്ടാവും. ബൈ ബർത്ത് തന്നെ അവർക്ക് എന്തുണ്ടാവണം എന്നില്ല? ഹൈമൻ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഹൈമൻ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ വെർജിനിറ്റി മെഷർ ചെയ്യാനുള്ള ഒരു ഫാക്ടറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കണക്കാക്കാനായിട്ട് പറ്റത്തേ ഇല്ല. അപ്പോൾ ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പെയർ ഓഫ് ഓവറീസ് ഉണ്ട് അവർക്ക്, ദെൻ ഓവിഡക്റ്റ് ആയിട്ടുള്ള ഫെലോപ്പിയൻ ട്യൂബ് ഉണ്ട്, ദെൻ യൂട്രസ് ഉണ്ട്. യൂട്രസ് കഴിഞ്ഞിട്ട് നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞു? നമ്മുടെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അവിടെ എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ? മോൺസ് പിബിക്സ് എന്ന് പറയുന്ന ഫ്ലഷി കുഷ്യൻ ആയിട്ടുള്ള ഫാറ്റി ടിഷ്യൂ വെച്ച് ഫോം ചെയ്തിട്ടുള്ള ഹെയേഴ്സ് കാണപ്പെടുന്ന റീജിയൻ. അതിനുള്ളിൽ ലിപ് ലൈക്ക് ആയിട്ടുള്ള ഫ്ലാപ്പി ആയിട്ടുള്ള ഫ്ലഷി ആയിട്ടുള്ള ഫോൾഡിംഗ് ആണ് ലേബിയ മെജോറ. അതിനുള്ളിൽ അടുത്തൊരു ഫോൾഡിംഗ് ആണെന്ത്? ലേബിയ മൈനോറ. അതിനിടയിലുള്ള ഓപ്പണിംഗ് ആണെന്ത്? വജൈന. വജൈനയെ കവർ ചെയ്ത്, പാർഷ്യലി കവർ ചെയ്ത് എന്ത് കാണുന്നു? ഹൈമൻ എന്ന് പറയുന്നൊരു മെംബ്രെയിൻ കാണുന്നു. അതിനും മുകളിൽ, ഏറ്റവും മുകളിൽ ലേബിയ മൈനോറയുടെ ജംഗ്ഷനിലായിട്ട് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണാനായിട്ട് പറ്റുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ക്ലൈറ്റോറിസ് എന്ന് പറയുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്ത്രീകളിൽ കാണുന്ന ഒരു റീജിയനാണ് എന്ത്? ക്ലൈറ്റോറിസ്. അവർക്ക് സെക്ഷൽ ഫീലിങ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എവിടെ സാധിക്കും? ക്ലൈറ്റോറിസിൽ സാധിക്കും. ക്ലിയർ? ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അതിലൊന്നും പെടുന്നില്ല എങ്കിലും നമ്മൾ പറയുന്ന അടുത്തൊരാളാണ് എന്താ? അവരുടെ മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മാമറി ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് അല്ലേ? നമ്മുടെ ബ്രസ്റ്റ്. അതാണ് എന്തെന്ന് പറയുന്നത്? മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. സത്യത്തിൽ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സെബീഷ്യസ് ഗ്ലാൻഡ് എന്തായി മാറുന്നത്? അതിന് ഒരു അബ്നോർമലായിട്ട്, അല്ലെങ്കിൽ അതൊരു എക്സെപ്ഷനലി അതെന്ത് ചെയ്യുന്നു? ഗ്രോ ചെയ്ത് വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? മാമറി ഗ്ലാൻസ്. അപ്പോൾ മാമറി ഗ്ലാൻസ്. അടുത്തത് നമ്മുടെ സത്യത്തിൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടല്ല വരുന്നതെങ്കിൽ പോലും അതിനോട് ചേർത്ത് നമ്മൾ പറയുന്ന ഒരു റീജിയൻ ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. സത്യത്തിൽ മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വെറ്റ് ഗ്ലാൻഡ് ഗ്രോ ചെയ്ത് വരുന്ന സ്ട്രക്ചറാണ് എന്തെന്ന് പറയുന്നത്? മാമറി ഗ്ലാൻസ് എന്ന് പറയുന്നത്. അതായത് വരുന്ന ബേബിക്ക് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് വേണ്ട, കുഞ്ഞിന് വേണ്ട നറിഷ്മെൻറ്റ് കൊടുക്കുന്നത് എവിടെയാണ്? മാമറി ഗ്ലാൻസിലൂടെയാണ്. മനസ്സിലാവുന്നുണ്ടോ? കുഞ്ഞിന് വേണ്ട മിൽക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ എവിടെ കൂടിയാണ്? മാമറി ഗ്ലാൻസിലൂടെയാണ്. ഓക്കെ, അപ്പോൾ അവിടെ കാണുന്ന കുറച്ച് സ്ട്രക്ചേഴ്സ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമ്മുടെ
നേരത്തെ നമ്മൾ പഠിച്ചില്ലേ സ്പേമിൻ്റെ ഒരു ജേണി എങ്ങനെയാണ് സ്പേം എവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു, എങ്ങനെ പുറത്തേക്ക് വരുന്നു എന്നുള്ളതൊരു ഫ്ലോ ചാർട്ട് നമുക്ക് എഴുതാൻ പറ്റൂലേ. അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, മാമറി ഗ്ലാൻസിലൂടെ എങ്ങനെയാണ് മിൽക്ക് പുറത്തേക്ക് വരുന്നത്, ഏതൊക്കെ ഡക്റ്റ് വഴി കയറി ഇറങ്ങിയാണ് മിൽക്ക് കുഞ്ഞിൽ നിന്ന് അമ്മയിലേക്ക് എത്തുന്നത് എന്നുള്ള ആ ഒരു സീരീസ് നമുക്ക് എന്താണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് എന്തുണ്ട്, കുറച്ച് മാമറി ലൊബ്യൂൾസ് ഉണ്ട്, ഇങ്ങനെ ലോബ്സ് ഉണ്ട്, മാമറി ലൊബ്യൂൾസ് ഉണ്ട്. ദെൻ അതിനുള്ളിൽ എന്തുണ്ട്, മാമറി അൽവിയോളാസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഇതിനുള്ളിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സ്ത്രീകളിൽ പ്രഗ്നൻസി സമയത്ത് അല്ലെ പ്രഗ്നൻസിക്ക് ശേഷം മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഹോർമോണാണ് എന്ത്, പ്രൊലാക്റ്റിൻ. മനസ്സിലാവുന്നുണ്ടോ? പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എവിടെ മാമറി ലോബ്സ് ഉണ്ട്, മാമറി ഗ്ലാൻസിനുള്ളിൽ ഒരുപാട് ലോബ്സ് ഉണ്ട്, അതിനെ നമ്മൾ മാമറി ലോബ്സ് എന്ന് പറയുന്നു. മാമറി ലോബ്സിനുള്ളിൽ എന്തുണ്ട്, ആൽവിയോളാസ് ഉണ്ട്. ആൽവിയോളാസിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മുടെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പ്രൊഡ്യൂസ് ചെയ്ത മിൽക്ക് പിന്നീട് എങ്ങോട്ടേക്ക് വരും മക്കളെ, അവർ മാമറി ഡക്റ്റിലേക്ക് വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അവരെന്ത് ചെയ്യുന്നു, മാമറി ഡക്റ്റിലേക്ക് വരുന്നു. അവിടെ നിന്ന് ആംബുള്ള എന്ന് പറയുന്ന അടുത്തൊരു ജംഗ്ഷനുണ്ട്, ആംബുള്ളയിലേക്ക് വരുന്നു. എന്നിട്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നിട്ട് ഇവിടെ ലാക്റ്റിഫറസ് ഡക്റ്റ് വഴി നിപ്പിൾ വഴിയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ഓർഡർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എന്താണ്, ആൽവിയോളൈ, അവിടെ നിന്ന് മാമറി ഡക്റ്റ്, then ampulla, then lactiferous duct. ലാക്റ്റിഫറസ് ഡക്റ്റ് അവിടെ നിന്ന് അവരെങ്ങോട്ടേക്ക് പോകുന്നു, നിപ്പിൾ വഴി പുറത്തേക്ക് വരുന്നു. ഈ നിപ്പിളിന് ചുറ്റും നമുക്ക് കാണുന്ന ഒരു ബ്ലാക്ക് കളർ റീജിയൻ ഉണ്ടല്ലോ, നമ്മുടെ ബ്രസ്റ്റിൽ നിപ്പിളിന് ചുറ്റും എന്താണ്, ബ്ലാക്ക് കളേർഡാണ് അല്ലേ, അല്ലെങ്കിൽ ബ്രൗണിഷ് ബ്ലാക്ക് കളേർഡാണ്. അതെന്താണ്, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, എറിയോള. എറിയോള എന്നാണ് ആ ഒരു ബ്ലാക്ക് കളർ റീജിയനെ വിളിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ്, മാമറി ലോബ്സ് ഉണ്ട്, മാമറി ലോബ്സിനുള്ളിൽ കുഞ്ഞു എന്തുണ്ട്, സാക്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ മാമറി അൽവിയോളാസ് എന്ന് പറയുന്നത്. അതിനുള്ളിൽ എന്താണ്, മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്, പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ നിന്ന് അതെങ്ങോട്ടേക്ക് വരുന്നു, മാമറി ഡക്റ്റിലേക്ക് വരുന്നു. അവിടെ നിന്ന് ആംബുള്ളയിൽ നിന്ന് നേരെ ലാക്റ്റിഫറസ് ഡക്റ്റ്, അവിടെ നിന്ന് ലിപ്പിൽ നിന്ന് ബേബിയിലേക്ക് മിൽക്ക് എത്തുവാണ് ചെയ്യുന്നത്. നിപ്പിളിന് ചുറ്റുമുള്ള ബ്ലാക്ക് കളർ റീജിയനാണ് ഏറിയോള. അപ്പോൾ എന്താണ്, മാമറി ലോബ്സ് ഉണ്ട്, അതിനുള്ളിൽ ക്ലസ്റ്റർ ഓഫ് സെൽസ് ഉണ്ട്, അതാണ് ആൽവിയോളൈ. ആൽവിയോളയിലാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, മിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് മിൽക്ക് സെക്രീറ്റ് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നത്. മാമറി ആൽവിയോള എങ്ങോട്ടേക്ക് ഓപ്പൺ ചെയ്യുന്നു, മാമറി ട്യൂബ്യൂൾസിലേക്ക്. എന്നിട്ട് ഓരോ ട്യൂബ്യൂൾസിലും എന്തുണ്ട്, ജോയിൻ ചെയ്ത് മാമറി ഡക്റ്റ് ആയിട്ട് ഇവർ മാറുന്നു. അവിടെ നിന്ന് അവർ ആംബുള്ളയിലേക്ക്, വൈഡർ ആയിട്ടുള്ള ആംബുള്ളയിലേക്ക് വരുന്നു. അവിടെ നിന്ന് അവർ ലാക്റ്റിഫറസ് ഡക്റ്റിലേക്ക് വന്ന് കുഞ്ഞിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെയാണ് ഇത്രയും.